ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, കുറേ കാലത്തിന് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞങ്ങൾ പോയ ലേഡീസ് ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ പറയാം കേട്ടോ. കണ്ടില്ലേ ഞങ്ങളുടെ ആവേശം? അതേ ആവേശം അവസാനം വരെ ഉണ്ടായിരുന്നു കേട്ടോ. വൺ ഡേ ട്രിപ്പായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്, കോബാർ ടു അൽഹസ. നമ്മൾ ആദ്യം പോയിട്ടുള്ളത് ബേർഡ് ഫാമിലാണ് കേട്ടോ. അവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ രീതിയിൽ എന്നും മെമ്മറബിൾ ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളും എടുത്തിട്ടേ ഉള്ളൂ. പിന്നീട് എനിക്ക് തോന്നി ഇത് എന്നും ഓർമ്മയിൽ നിൽക്കാൻ, അഥവാ എൻ്റെ ഫോണിൽ നിന്ന് നഷ്ടപ്പെട്ടാലും എനിക്ക് എന്നും അത് കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഞങ്ങളുടെ ട്രിപ്പിൻ്റെ പേര് പറഞ്ഞിട്ടില്ലല്ലോ, ടുഗദർ വി റോം. ഇതായിരുന്നു ഞങ്ങളുടെ ട്രിപ്പിൻ്റെ പേര് കേട്ടോ. ഞങ്ങൾ ഭയങ്കര പ്ലാനിങ്ങോടുകൂടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. കാരണം ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും എൻഗേജ്ഡ് ആവുക, എല്ലാവരും ആ ഒരു ട്രിപ്പിൻ്റെ ഓർമ്മകൾ എന്നും അവർക്ക് ഓർമ്മയിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് എല്ലാവിധ ആക്ടിവിറ്റികളും ഞങ്ങൾ ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ഫസ്റ്റ് നമ്മൾ ബസ്സിൽ നിന്ന് എന്ത് ചെയ്യുക വെച്ചാൽ, നമുക്ക് ഇൻഡിവിജ്വലായിട്ട് മത്സരമൊക്കെ നടത്താൻ പ്രയാസമില്ല. അങ്ങനെ 4 ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് തിരിച്ചു. മത്സരത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് അന്താക്ഷരിയും അതുപോലെ ക്വിസ് കോമ്പറ്റീഷനൊക്കെ നടത്തി അതിൽ വിന്നറായിരിക്കും അവിടുന്ന് തന്നെ പ്രൈസ് കൊടുത്തു. ഇവിടെ ബേർഡ് ഫാമിൽ ഞങ്ങളൊരു മത്സരം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും നല്ല ഫോട്ടോ എടുക്കുന്ന ആൾക്ക് ഗിഫ്റ്റ് ഉണ്ട് എന്നുള്ളത്. ബേർഡ്സായിരുന്നു നമ്മൾ വിഷയമായിട്ട് കൊടുത്തിട്ടുള്ളത്. ആ ഗിഫ്റ്റ് കിട്ടിയ ആൾ ഏത് ഗ്രൂപ്പിലാണോ അവർക്ക് പോയിന്റ് നിലയും കിട്ടും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ മത്സരിക്കാൻ ശ്രമിക്കുമല്ലോ. അങ്ങനെ ഒരുപാട് നല്ല ഫോട്ടോസ് വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് സെലക്ട് ചെയ്ത 3 ഫോട്ടോസാണിത് കേട്ടോ. ഫസ്റ്റും സെക്കൻഡും തേർഡും കിട്ടിയ. കണ്ടില്ലേ എന്താ നല്ല ഫോട്ടോസ് അല്ലേ? ബേർഡ് ഫാമിൽ നിന്ന് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് പോട്രി ഫാക്ടറിയിലോട്ടാണ് കേട്ടോ. അവിടുന്ന് വലിയൊരു ദൂരമൊന്നും ഇല്ലായിരുന്നു ഇവിടത്തേക്ക്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ബസ്സിൽ നിന്ന് പാട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നേ ഉള്ളൂ. ഇവിടെ മെയിനായിട്ട് കാണാനുണ്ടായിരുന്നത് അന്നത്തെ കാലത്ത്, പണ്ടത്തെ കാലത്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന പാത്രങ്ങളും അതുപോലെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മളുടെ ചെറുപ്പകാലത്തിലോട്ട് പോകും കേട്ടോ. അന്ന് നമ്മൾ കേട്ടിരുന്നതും അതുപോലെ കണ്ടിരുന്നതുമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെയും നമ്മളൊരു ആക്ടിവിറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു ഹിൻസ് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാവരും നല്ല രീതിയിൽ അവിടെയുള്ള വസ്തുക്കളൊക്കെ ഒന്ന് നോക്കി വെച്ചോളി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ സംഗതി നോക്കുമ്പോൾ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും വളരെ സൂക്ഷ്മമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നല്ല രസമായിരുന്നു കാണാനൊക്കെ. ചിലർ ഇതിൻ്റെ ഡോറിൻ്റെ അവിടെ എഴുതി വെച്ച പേരുകളടക്കം വായിച്ച് പഠിക്കുന്നുണ്ടായിരുന്നു. കാരണം അതിൽ നിന്നെങ്ങാനും ക്വസ്റ്റ്യൻ വന്നാലോ എന്നൊക്കെ പറഞ്ഞിട്ടേ. കാണുന്ന നിങ്ങളും സൂക്ഷിച്ച് നോക്കുക കേട്ടോ. ഇതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കാൻ പോകുന്നുള്ളത്. എന്തായിരിക്കും നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് നോക്കാമല്ലോ എന്താണ് നിങ്ങൾ ഗസ് ചെയ്ത് തന്നെയാണോ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതെന്ന് നമുക്കറിയാലോ. അങ്ങനെ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും നല്ല രീതിയിൽ നോക്കി, അതേപോലെ അവിടുന്ന് സംസാരിക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തു. ഭയങ്കര ഒരു വൈബായിരുന്നു കേട്ടോ. എല്ലാവരും ഒരുമിച്ച് പോവുക, ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിലൊരു ഹെൽപ്പോ കാര്യമൊക്കെ വരണമെങ്കിൽ ഓടി വന്ന് ചോദിക്കുകയും പറയുകയും അതുപോലെ ചെയ്തു കൊടുക്കുക. അങ്ങനെ എല്ലാവരും വളരെ സഹകരണത്തോടെയായിരുന്നു. കാരണം എല്ലാവരുടെ ഫേസിലും ആ ഒരു ഹാപ്പി ഫേസ് ഉണ്ടല്ലോ, അതാ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. നമുക്കായിട്ടുള്ളൊരു ദിവസമല്ലേ, നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എന്നിരുന്നാലും ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നില്ലേ, നമുക്ക് നമ്മുടേതായ ഒരു സമയം നമ്മളുടെ ഫ്രണ്ട്സായിട്ട് ഒന്നിച്ചൊരു യാത്ര അല്ലെങ്കിൽ കുറച്ച് സമയം ഒന്ന് ചിലവഴിക്കണം. അങ്ങനെയൊക്കെ നമുക്ക് വിചാരിക്കാന്നല്ലാണ്ട് പലപ്പോഴും നമുക്ക് കിട്ടാറില്ല അല്ലേ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു രീതിയിലാണ് കേട്ടോ ഇങ്ങനെയുള്ള ട്രിപ്പുകളൊക്കെ സംഘടിപ്പിക്കുന്നത്. അല്ലാതെ നമുക്ക് ഫാമിലി ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അവരില്ലാതെ ഒരു രക്ഷയില്ല. കാരണം നമ്മൾ ട്രിപ്പ് പോയടുത്ത് നമ്മൾ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കും, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അവിടുന്ന് നമ്മളെപ്പറ്റി അവർ ചോദിക്കുന്നൊക്കെ കാര്യം അറിയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. ഞാനൊക്കെ വിളിച്ചപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഉമ്മനെ ചോദിച്ചു, ഉമ്മ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടാവില്ലേ, ഉമ്മക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ മക്കളെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വന്നതെന്നൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മൾ അവർക്ക് കൊടുക്കുന്ന ആ ഒരു വാല്യൂ, നമ്മൾ കൊടുക്കുന്ന ആ ടൈമൊക്കെ അത് അവരെത്രത്തോളം അവർ വാല്യൂ ചെയ്യുന്നുണ്ടെന്നും നമ്മളെ അവരെത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ കാര്യം നമുക്ക് അറിയാൻ പറ്റുന്നൊരു സംഗതിയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇവിടുന്ന് നേരെ പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇസ്തിറ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടത്തേക്കാണ്. അവിടെ ഒന്ന് ഫുഡ് കഴിക്കുക, എല്ലാവരും ഒന്ന് ഫ്രഷ് ആവുക, പിന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ
നിർവഹിക്കുക, അതിനുശേഷം ഗെയിംസ് കളിക്കാൻ, അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ പ്ലാനിങ്ങിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു. ഇതൊക്കെ മത്സരമായിട്ടാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ 4 ടീമുകളും മത്സരിച്ചിട്ടുണ്ടായിരുന്നു. വെറൈറ്റി ഓഫ് ഗെയിംസ് ആയിരുന്നു കേട്ടോ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല രസമായിരുന്നു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ബാംഗിൾസ് പാസ് ചെയ്യുന്നൊരു ഗെയിം ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് നമ്മൾ മ്യൂസിക്കൽ ചെയറല്ലേ, ബോൾ പാസിങ് അങ്ങനെയൊക്കെ ആയിരുന്നു. അത് വെറൈറ്റി ആയിരുന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഖസർ ഇബ്രാഹിം പാലസിലേക്കാണ് കേട്ടോ. ഇതിൻ്റെ എൻട്രൻസ് നിങ്ങളെല്ലാവരും നോക്കണേ. നല്ലൊരു വ്യൂ ആണത്. ഭയങ്കര ഒരു വ്യൂ ആയിരുന്നു അത്. കണ്ടില്ലേ? നല്ല രസമില്ലേ കാണാൻ? ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ചരിത്രം ബസ്സൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയത് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ബ്രൗൺ കളറിൽ ആ രീതിയിലായിരുന്നു ഈ ഒരു മോസ്കിനെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു പാലസിനെ പറ്റിയിട്ട് മനസ്സിലുണ്ടായിരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡോറ് തുറന്ന് നോക്കുമ്പോൾ നല്ലൊരു വൈറ്റ് കളറിൽ നല്ലൊരു വ്യൂ ആയിരുന്നു അത്. ഇത് 16th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയൊരു പാലസാണ്. ഇത് യുനെസ്കോയിലെ ഇടം പിടിച്ച ഒരു സംഗതിയാണ്. അതായത് വേൾഡ് ടൂറിസ്റ്റിൽ തന്നെ ഇടം പിടിച്ചിട്ടുള്ളൊരു സംഭവമാണിത്. അത്രയും ചരിത്രപരമായിട്ട് അത്രയും പ്രാധാന്യമുള്ളൊരു പാലസാണ് കേട്ടോ. LSL പോയാൽ എന്തായാലും ഈ പാലസിൽ പോകാൻ ശ്രമിക്കണം കേട്ടോ. ഇത് 9 to 4 ആണ് കേട്ടോ ഇതിൻ്റെ എൻട്രി ടൈം. ഫ്രൈഡേ ഓപ്പൺ അല്ല എന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഞങ്ങൾക്ക് അൽഹംദുലില്ലാ കാണാൻ പറ്റി. അവിടെ നിന്നും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ പോയി. അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയ ഒരു പാലസാണല്ലോ, അപ്പോൾ അത് കണ്ട് തന്നെ അതിൻ്റേതായ ഒരു ഭംഗിയുണ്ടായിരുന്നു. കണ്ടോ, മുകളിലൊക്കെ നോക്ക്, മരങ്ങളൊക്കെ അന്നത്തെ കാലം നമ്മൾ പാകിയല്ലേ നമ്മൾ പണ്ടത്തെ വീടൊക്കെ കാണാറില്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു സംഭവമാണ് കേട്ടോ ഇത്. നല്ല രസമായിരുന്നു കാണാൻ. നല്ല വലിപ്പമുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. നമുക്ക് ഒരു 1/2-3/4 മണിക്കൂർ ശരിക്കും ഇത് കംപ്ലീറ്റ് കാണാൻ തന്നെ വേണം കേട്ടോ. ഞങ്ങൾ ശരിക്കും കുറേയൊക്കെ കണ്ടു. പിന്നെ അവിടുന്ന് ഫോട്ടോസ് എടുക്കലും സംസാരവും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു. കുറേ പേരൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് കംപ്ലീറ്റ് കാണാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ ഡേറ്റ് ഫെസ്റ്റ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിന് കുറച്ച് ദിവസങ്ങൾ കൂടിയാന്ന് തോന്നുന്നുള്ളൂ. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഒരുപാട് വെറൈറ്റി ഓഫ് ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഫുഡ് ഫെസ്റ്റിവലായിട്ടും അങ്ങനെ ഒരു ഉത്സവമേളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ് കുറച്ച് ടൈം പോയിട്ടുള്ളത്. ബാക്കി എല്ലാ സ്ഥലത്തും കറക്റ്റ് ടൈമിംഗ് ഒക്കെ കീപ്പ് ചെയ്ത് ഞങ്ങൾ ടൈം ഷെഡ്യൂൾ ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിലും ശരിക്കും എല്ലായിടത്തും നമ്മൾ കുറച്ച് സമയം നേരത്തെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ ഇവിടെ കുറച്ചൊന്നങ്ങ് ലേറ്റായിപ്പോയി. കാരണം ഇവിടുത്തെ ആ കാഴ്ചകൾ അങ്ങ് എല്ലാവരും മയങ്ങിപ്പോയി. അതുമാത്രമല്ല ഇവിടെ ഷോപ്പിങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ ഷോപ്പിങ്ങിൽ നമ്മൾ ലേഡീസ് കുറച്ച് ടൈം എടുക്കുമല്ലോ. അങ്ങനെ കുറേ കാവയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അവിടുന്ന് അവർ തരുന്നുണ്ടായിരുന്നു. പിന്നെ ഓരോന്നൊക്കെ സാമ്പിളൊക്കെ തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ടേസ്റ്റൊക്കെ നോക്കി വെറൈറ്റി ഓഫ് ഡേറ്റ്സും പിന്നെ ഇവരൊക്കെ ഒരുപാട് അറബ്സിൻ്റെ സീഡ്സും കാര്യങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ അവരിങ്ങനെ സാമ്പിൾ തരുന്നുണ്ടായിരുന്നു. ഞാനവിടുന്ന് ഈത്തപ്പഴവും പിന്നെ അത്തിപ്പഴം വാങ്ങിച്ചു. പിന്നെ ഒരു ചോക്ലേറ്റിൻ്റെ ബോക്സ് വാങ്ങിച്ചു. അതിൽ ഉള്ളിൽ ഈത്തപ്പഴത്തിൻ്റെ ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് മക്കൾക്ക് ഇഷ്ടമാവുമെന്ന് അറിയില്ല, എന്നാലും ഫ്രഷ് ആയിട്ടുള്ള സാധനമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചു. കാരണം മക്കൾക്ക് കൊണ്ടു കൊടുക്കേണ്ട എന്തെങ്കിലും, കാരണം അവർ നമ്മളെ വെയിറ്റ് ചെയ്തൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കേണ്ടത് കൊണ്ട് തന്നെ അധികം അവിടെ പൈസ ചിലവാക്കുന്നില്ല. അവിടുന്ന് പിന്നെ ടോയ്സും കാര്യങ്ങളൊക്കെ നോക്കി, പക്ഷേങ്കിൽ ഭയങ്കര റേറ്റ് പറയുന്നത്. അപ്പോൾ അതിന് മാത്രമൊന്നും ഇല്ല ശരിക്കും. അപ്പോൾ അവിടുന്ന് വാങ്ങാൻ നിന്നിട്ടില്ല, വേറൊരു സ്ഥലത്തു നിന്ന് വാങ്ങിച്ചത് പിന്നീട്. അങ്ങനെ ഇവിടെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. അവിടെ ശരിക്കും കുറച്ചും കൂടി സമയം കഴിഞ്ഞ് രാത്രിയായാലും അവിടെ കണ്ടോ, ഇവിടെ ഒരു സ്ഥലം കാണുന്നില്ല, ഇവിടെയൊക്കെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങാൻ നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ സ്റ്റേജ് സെറ്റപ്പ് ആക്കുന്നുണ്ടായിരുന്നു അതിനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അവിടുത്തെ ഇവരെ അറബ്സിൻ്റെ ഒക്കെ ഓരോ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഓരോ സ്ഥലത്തു നിന്ന് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇതാ വെറൈറ്റി ഓഫ് സാധനങ്ങളാണ് കേട്ടോ ഉള്ളത്.
നമുക്ക് വീട്ടിൽ ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പല രീതിയിലുള്ള സാധനങ്ങളുണ്ട്. നല്ല റേറ്റും ഉണ്ട്. ബാർഗൈൻ ചെയ്താൽ കുറച്ചൊക്കെ കുറച്ച് കിട്ടുമായിരിക്കും. ഞങ്ങൾ പിന്നെ അതൊക്കെ നല്ലോണം കണ്ട് ആസ്വദിച്ചു. പിന്നീട് വന്ന് വാങ്ങാമെന്ന് പറഞ്ഞു. ഇവിടുത്തെ കാഴ്ചകൾ ഞാൻ കുറേയൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം ഡേറ്റ്സും അത്തിപ്പ ഒക്കെ പറഞ്ഞില്ല, അവിടെയൊക്കെയുള്ള വീഡിയോസൊന്നും ഇല്ല. ഇവിടെയൊക്കെ വെറൈറ്റി ഓഫ് ഓതും അത്തറും പിന്നെ തസ്ബിഹകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെയൊക്കെ സ്മെല്ല് അവരിങ്ങനെ സാമ്പിള് തരുന്നുണ്ടായിരുന്നു. ഒരു രക്ഷയില്ല, വെറൈറ്റി ഓഫ് ഓതിൻ്റെ സ്മെല്ല്. ഇത് കണ്ടോ, നല്ല ഇല്ല അവർ ഉണ്ടാക്കുന്നത്. ഈ പോട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവരെ കൈത്തൊഴിലാണിത്. എന്ത് രസമാണ് അവരുണ്ടാക്കുന്നത് കാണാൻ. പിന്നെ അവിടെ നമ്മൾ പോയിട്ടുള്ളത് ജവാദ പാർക്കിലാണ് കേട്ടോ. അവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാത്രിയായല്ലോ, അപ്പോൾ പാർക്കിൽ അങ്ങനെ ഒരുപാട് കാണാനുള്ള കാഴ്ചകളൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടായല്ലോ. പിന്നെ നമ്മൾ ടൈമും പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ കറക്റ്റ് 9 മണി, കൂടി വന്ന 10 മണിയാകുമ്പോൾ നമ്മൾ തിരിച്ചെത്തുമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ അവിടെ എല്ലാവരും പറഞ്ഞു ഇതിൽ കയറാമെന്ന് പറഞ്ഞു, ജൻവിയിൽ കയറാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ചിട്ട് ഇതിൽ കയറി. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇത് ഭയങ്കര സ്പീഡൊന്നും ഇല്ലായിരുന്നു, കുറേ പേര് സ്പീഡൊക്കെ ഉണ്ടാകുന്ന വെച്ചിട്ട് മടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളെല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ അതിൽ കയറി കേട്ടോ, പ്രയാസമൊന്നും ഇല്ലാത്ത ആൾക്കാർ. എന്നിട്ട് അത് സ്പീഡിലിട്ട് നമ്മൾ കൂകി വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെയായിരുന്നു അതിലുള്ളൊരു എൻജോയ്മെൻറ്റ്. അങ്ങനെ ഇതായിരുന്നു നമ്മൾ ലാസ്റ്റ് സ്പോട്ട്. ഇതിൻ്റെ അടുത്ത് തന്നെ ജവാദ മോസ്കോ ഉണ്ടായിരുന്നു, അതും കണ്ടു. അങ്ങനെ അവിടെ നമ്മൾ തിരിച്ചു. പിന്നെ ബസ്സിൽ നിന്ന് പാട്ടും ഡാൻസൊക്കെ ആയിട്ട് പിന്നെ ഒരു വൈബായിരുന്നു. മാഷാല്ലാ, എന്തായാലും അടിച്ച് പൊളിച്ച്. ഒരുപാട് പേര് അടുത്ത ട്രിപ്പ് ഇവിടെ ഞാൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ തനിമ അൽക്കോബാർ വനിതാ വിഭാഗം ചരിത്രത്തിൽ ഇടം പിടിച്ചു മക്കളെ. ഇത്രയും ആൾക്കാർക്ക് അവരുടെ ലൈഫിലെ മെമ്മറബിൾ ട്രിപ്പാക്കി മാറ്റാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷവും അഭിമാനം തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ കോർഡിനേറ്ററിൽ ഒരാളായി മാറാൻ എനിക്ക് കഴിഞ്ഞ ഭയങ്കര സന്തോഷമുണ്ട്. മെയിൻ കോർഡിനേറ്റേഴ്സുമാരായ റജീനത്ത, ഷെയ്ദത്ത, റസീനത്ത, പിന്നെ ഞാൻ, ആദില, കെൻസ, ഫൗസി, ഹൈഫ, ഹുദ, എല്ലാവരുടെ സഹകരണമായിരുന്നു കേട്ടോ. പിന്നെ ട്രിപ്പിന് വന്ന എല്ലാവരും തന്നെ അങ്ങോളം ഇങ്ങോളം സഹകരിച്ചുകൊണ്ടാണ് ഈ ട്രിപ്പ് ഇത്രയും വിജയകരമായിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ട്രിപ്പ് എത്രയും വേഗം പോകാനാവട്ടെ എന്ന പ്രാർത്ഥനയോടെ